ഒരു കഥാസമാഹാരത്തെ എങ്ങനെ വിലയിരുത്താം എന്ന് ചോദിച്ചാൽ ഓരോ ആൾക്കാരുടെയും വായനയുടെ ആഴവും അനുഭവവും അതുമായി ബന്ധപ്പെട്ട പരിചയങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് അവബോധത്തിനനുസരിച്ച് പലരും പലതരത്തിലായിരിക്കും വ്യാഖ്യാനിക്കുക. അതിൽ ചിലപ്പോൾ കഥയുടെ ആഴത്തിലേക്ക് പോകാം, ചിലപ്പോൾ വളരെ പെരിഫറൽ ആയിട്ട് കാര്യങ്ങൾ പോകാം, ചിലപ്പോൾ അതിന്റെ ടൈറ്റിൽ ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു രൂപകമായിരിക്കാം. എന്താണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ അയാൾക്ക് ഇഷ്ടപ്പെടുന്നത്, അതാണ് അയാൾ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥ വായിക്കാൻ പണ്ടേ ഇഷ്ടമാണ്. കഥകളെ വിലയിരുത്താനും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. വലിയ വലിയ കഥകളടക്കം ഫേസ്ബുക്കിലൂടെ നിരൂപണം എന്ന പോലെ ആസ്വാദനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സൈബീരിയൻ ബുക്കുകൾ എന്ന ഈ ഒരു പുസ്തകത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ബാലകൃഷ്ണൻ മാഷ് പറഞ്ഞതുപോലെ ഇതിന്റെ പേരിൽ എന്തോ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യാതിരുന്നില്ല. സൈബീരിയൻ ബുക്കുകൾ എന്താണ് ഈ കഥയിൽ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് സ്വീകരിച്ചത് എന്നതടക്കമുള്ള സംശയങ്ങൾ എന്നിലുണ്ടായിരുന്നു. കഥയുടെ ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് സൈബീരിയൻ ബുക്കുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇവാൻ ഇലീച്ചിന്റെ സംഭവത്തെ കുറിച്ച് അതിന്റെ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് തോന്നിയത് വെച്ചിട്ട് ഒരു പുസ്തക വായനയുടെ തുടക്കത്തിൽ നിന്ന് അദ്ദേഹയുടെ അവിടെ നിന്നുള്ള ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അദ്ദേഹം അനുഭവിച്ചത് വളരെ വിശദമായി വളരെ ആഴത്തിൽ എന്നാൽ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കാതെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കഥാസമാഹാരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥയാണ് അത് എന്ന് ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, രണ്ടാമതൊരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും. ഞാനത് 2 പ്രാവശ്യം ആ കഥ വായിച്ചിട്ടുണ്ട്. എന്താണ് ഈ സൈബീരിയൻ ബുക്കുകൾ എന്ന് ടൈറ്റിൽ ഇടാൻ മാത്രം ആ കഥയിൽ സൈബീരിയൻ ബുക്കിന്റെ പ്രാധാന്യം എന്ന് ഞാൻ ആഴത്തിൽ ആലോചിക്കുകയും അതിനെക്കുറിച്ച് റെഫറൻസിലേക്ക് പോവുകയും ചെയ്തു. സൈബീരിയയിലെ വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രജനനം ഉണ്ടാകുന്ന തരത്തിലുള്ള പക്ഷികളാണ് ഈ പറയുന്ന ദീർഘദൂര കുടിയേറ്റ പക്ഷികൾ എന്നാണ് ഈ സൈബീരിയൻ ബുക്കുകളെ പറയുന്നത്. തണുത്ത സ്ഥലങ്ങളിലേക്ക്, അതായത് ഇന്ത്യയിലെ തന്നെ രാജസ്ഥാൻ അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ഇതിനെ കാണപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പരിസ്ഥിതി സന്തുലനവുമായി ഈ പക്ഷിയുടെ ജീവിതത്തിന് ഇതിന്റെ ജീവിതോദ്ദേശം ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ഈ സൈബീരിയൻ ബുക്കുകൾ എന്ന് പറയുന്ന കഥയിൽ ഒരിക്കൽ അദ്ദേഹം ജനൽ തുറക്കുമ്പോൾ അതിന്റെ പുറത്ത് കാണുന്ന ഒരു സൈബീരിയൻ ബുക്ക് സമൂഹം എന്നാണ് അദ്ദേഹം അതിൽ ചേർത്തിരിക്കുന്ന വാക്ക്. ഒരു സൈബീരിയൻ ബുക്കിന്റെ സമൂഹം പറന്നു പോകുന്ന കാഴ്ച കാണുകയും അല്ലെങ്കിൽ എല്ലാവരും അടച്ചിട്ട തണുത്ത മുറിക്കകത്തിരുന്ന് ഒരു അനുഭവം അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. 2 പേർ വേദിയിലിരിക്കുന്നു, സംസാരിക്കുന്നു, അതിനിടയിൽ സംഭവിക്കുന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആൾക്കാർ തമ്മിലുള്ള കുറെ സംഭവങ്ങൾ ഒക്കെ പറയുകയും അവര് വലിക്കുന്ന ചുരുട്ടിന്റെ പുക ഇദ്ദേഹത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആഖ്യാതാവിൽ വലിയ ഒരു തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ഈ ഒരു പുകപടലങ്ങൾ പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജനൽ തുറക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് തണുപ്പ് വല്ലാതെ സൂചിമുന പോലെ കുത്തിക്കയറുന്നത് കൊണ്ട് അത് അസ്വസ്ഥത സൃഷ്ടിക്കുകയും, എന്നാൽ 1-2 പേർ അതിനെ അങ്ങനെ തന്നെ വേണമെന്ന രീതിയിൽ കണ്ണിറക്കി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിനിടയിൽ സൈബീരിയൻ ബുക്കുകൾ ഒരു കൂട്ടത്തോടെ പോവുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ഈ കഥയിൽ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നത് ഇതിന്റെ മനുഷ്യന്റെ അസ്തിത്വം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള സംഭവം അതിൽ ഒരു വാചകമായിട്ട് ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അസ്തിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കഥ എന്നത് അത് തന്നെ ആയിരിക്കണം അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അസ്തിത്വ വാദങ്ങളും അസ്തിത്വ സംശയങ്ങളും അല്ലെങ്കിൽ പൗരത്വം അടക്കമുള്ള മറ്റു പലതിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്ന സമയത്താണ് ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് വളരെ വ്യക്തമായി അവരുടെ ശാരീരികമായ പ്രത്യേകതകളും അതേപോലെ തന്നെ മുഖഭാവം അല്ലെങ്കിൽ പുഞ്ചിരിയിലുള്ള വശ്യതയും ഒക്കെ അവര് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വപ്നത്തിൽ വെട്ടി ഉണരുമ്പോഴും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു അതിലൂടെ വളരെ നല്ല രീതിയിൽ വളരെ കൃത്യമായിട്ട് അവിടെ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഇതിലെ 29 കഥകളാണ് ഈ പറയുന്ന പുസ്തകത്തിലുള്ളത്. 29 കഥകളുണ്ട്. ഇതിലെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് കാണികൾ എന്ന് പറയുന്ന കഥയാണ്. അത് മുമ്പ് കാസർഗോഡ് സാഹിത്യവേദിയിൽ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ ചർച്ച ചെയ്തതാണ്. അത് 2016 മറ്റോ എഴുതിയ കഥ, 16 ആ സമയത്ത് എഴുതിയ കഥയാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് ചർച്ച ചെയ്ത ഒറ്റ കഥയാണ് ഈ കാണികൾ എന്ന് പറയുന്നത്. ഈ കാണികൾ എന്ന് പറയുന്ന കഥയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മളൊക്കെ കാഴ്ചകൾ കാണാൻ ഏറ്റവും താല്പര്യമുള്ളവരും
ഒന്നിലും കയറി ഇടപെടാനോ ഒന്നിലും താല്പര്യമില്ലാത്തവരും വെറും കാഴ്ചക്കാരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ സോഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അടക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അതിൽ തന്നെ നോവലിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ചിത്രകാരനെ കുറിച്ച് പറയുന്നുണ്ട്. നോവലിസ്റ്റുകളൊക്കെ യാദൃശ്ചികതയെ കുറിച്ച് പിറുപിറുത്തു പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ചകൾക്ക് മറ്റൊരു ബദലായി അവിടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് അവിടെയുള്ള ചുമരിൽ മനുഷ്യന്റെ വിവിധ ഭാവങ്ങൾ പകർത്തി വെക്കുന്നു എന്ന് കൂടി അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നു. ഈ കാണികൾ എന്ന് പറയുന്ന കഥ വളരെ നമ്മുടെ ചെറിയൊരു കഥയാണ്, വളരെ ചെറിയതാണെങ്കിലും നമ്മൾ സ്പാർക്ക് എന്ന് പണ്ടൊരിക്കൽ ഒരു സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോമ്പറ്റീഷൻ നടത്തിയതിനെ കുറിച്ച് ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. ചിലപ്പോൾ ക്ലാസ്സുകളിലൊക്കെ ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ പറയാനുള്ളതാണ്. ഒരു ഒറ്റ വരിയിൽ ഏറ്റവും ചെറിയ ഒരു കഥ എഴുതുന്നയാൾ ഒറ്റ വരിയിൽ കഥ എഴുതുന്നവർക്ക് സമ്മാനം എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം. അതിൽ 3 എലമെന്റ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഒന്ന് മനുഷ്യന്റെ ബന്ധങ്ങളെ കുറിച്ച്, മറ്റൊന്ന് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച്, മറ്റൊന്ന് അതിലൊരു സസ്പെൻസ് ഉണ്ടായിരിക്കണം. 3 കാര്യങ്ങളാണ് നിർബന്ധം എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കഥയിലെ വരികൾ ഇങ്ങനെയാണ്: ഐ ആം പ്രഗ്നന്റ്, ഐ ഡോണ്ട് നോ ഹു ഈസ് റെസ്പോൺസിബിൾ. ബന്ധങ്ങളെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച്, സസ്പെൻസിനെ കുറിച്ച് ഒറ്റ വരിയിൽ ഒരു കഥ എഴുതാൻ സാധിക്കും എന്ന് അന്ന് സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ അന്ന് തെരഞ്ഞെടുത്തത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കഥ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് എം ടി വാസുദേവൻ നായരുടെ വാനപ്രസ്ഥം എന്ന കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർത്ഥാടനം എന്ന ജയറാമിന്റെ സിനിമയായി മാറിയ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കുടജാദ്രി വരെയുള്ള ഒരു യാത്രയും പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ചേർത്തുകൊണ്ടുള്ള വളരെ മനോഹരമായ വാനപ്രസ്ഥം എന്ന കഥ. ആ കഥയുടെ തുടക്കത്തിലെ ഒറ്റ വരി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സെന്റൻസ് ഇങ്ങനെയാണ്: ഒരു പക്ഷേ വന്നിരിക്കില്ല. ആ ഒറ്റ വരിയിൽ തന്നെ ആ കഥ അവസാനം വരെ നമ്മളെ സസ്പെൻസിലൂടെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ആരാണ് വരാത്തത് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിനോദിനിയെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാവുമെങ്കിലും ആ ഒരു തുടക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇതിവിടെ സൂചിപ്പിച്ചത്. ചില കഥകൾ എഴുതുമ്പോൾ നമ്മൾ അത്രത്തോളം ഷാർപ്പായി തുടക്കത്തിൽ നമ്മളെ പിടിച്ചിരുത്തിയാൽ കുറച്ചു സമയം നമ്മൾ നീട്ടിക്കൊണ്ടുപോകും. ആ കഥകൾ നമ്മളെ കൂടെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പ്രചോദിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈബീരിയൻ പോക്ക് സമൂഹം എന്ന് ഉപയോഗിച്ചത് എനിക്ക് കുറച്ചും കൂടി, നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് കുറ്റമല്ല പറയുന്നത്, അങ്ങനെയും ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു സൈബീരിയൻ കൊക്കിന്റെ സമൂഹം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നതും നമ്മുടെ ആൾക്കാരിലേക്ക് കൂട്ടം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്റെ പോരായ്മയാവാം, അല്ലെങ്കിൽ എന്റെ വായനയുടെ. സൈബീരിയൻ കൊക്കിന്റെ കൂട്ടം പറന്നുപോയി എന്ന് പറയുമ്പോഴും ഒരു സമൂഹം പറന്നുപോയി എന്ന് പറയുമ്പോഴുമുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ട്. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും ചിലപ്പോൾ ന്യായീകരണം ഉണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആയിരിക്കാം ആ പേര്, അല്ലെങ്കിൽ ആ ഒരു സമൂഹം എന്ന് പറയുന്ന വാക്ക് അവിടെ വന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ഓരോ കഥകളിലൂടെയും ചെറുതായിട്ട് പോകാം, കൂടുതൽ സംസാരിക്കാൻ സമയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ ഈ കഥ വായിച്ചിട്ടുണ്ടാവാം, കഥകൾ വായിച്ചിട്ടുണ്ടാവാം. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോഴാണല്ലോ ഒരു കഥയ്ക്ക് പൂർണ്ണത ഉണ്ടാവുക. ഞാൻ പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും എഴുത്തുകാരൻ പറയുന്നതും ഒക്കെ കൂട്ടിച്ചേർത്ത് 4ാമത്തെ ഒരു കഥാരൂപമായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് ഈ കഥ കുറച്ചുകൂടി അർത്ഥപൂർണ്ണമാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കാണികൾ എന്ന് പറയുന്ന കഥയിൽ അദ്ദേഹത്തിന്റെ ഞാൻ ശ്രദ്ധിച്ചത് 1-2 കഥകളിലോ ചില 3-3 മറ്റോ ഉണ്ട്. ഈ മൂരി നിവർന്ന് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണെന്ന് തോന്നുന്നു. മൂരി നിവർന്ന് എന്നുള്ളത് കാണികൾ എന്ന് പറയുന്ന കഥയുടെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. ഞായറാഴ്ചയുടെ മയക്കത്തിൽ നിന്ന് മൂരി നിവർന്നണീറ്റ നഗരം. ഇവിടെ മൂരി എന്ന് പറഞ്ഞൊരു സ്പേസ് കൊടുത്തിട്ട് അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂരി നിവർന്നണീറ്റ നഗരം പതിവ് പോലെ ഒന്ന് ചുറ്റും കണ്ണോടിച്ചു. ഈ കാസർഗോഡിന്റെ ഒരു പഴയ കാലം, കാസർഗോഡ് ജീവിച്ചവർക്ക് അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളൊക്കെ ഒരു പരിധി വരെ, എല്ലാം വ്യക്തമാവുന്നില്ല എങ്കിലും ഒരു പരിധി വരെ ഇവിടെയൊക്കെ ആയിരിക്കും, പഴയ ബസ് സ്റ്റാൻഡിന്റെ ചില മൂലകളായിരിക്കും എന്നൊക്കെ തോന്നിയേക്കാം. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ അവിടെ, ഒരാൾക്കും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ വന്ന് അവിടെ കുറെ എന്തൊക്കെയോ വികൃതികളും കോപ്രായങ്ങളും കാണിക്കുമ്പോൾ ഒരു ആളില്ലാത്തിടത്ത് പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ കൂടി വരികയും ഒരു വലിയ വലയമായി തീരുകയും വരുന്നവർ അവരുടെ തലകൾ അതിനകത്തേക്കിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി ആകാംക്ഷയോടെ നോക്കുന്നതും, അതേസമയം അവസാനം അദ്ദേഹം അവിടെ ജീവനറ്റ് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിശ്ചലനാകുന്ന സമയത്ത് എല്ലാവരും വൃദ്ധന്റെ വായിലെ പല്ല് കൊഴിഞ്ഞതുപോലെ ആ വലയം അത് വളരെ നല്ല രീതിയിൽ അത് കൃത്യമായിട്ട് അവിടെ അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കും.
എന്നാൽ ഏഷ്യാന്റെ കഥകൾ ചിലതൊക്കെ എടുത്തു നോക്കിയാൽ വളരെ ചുരുക്കി പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് വളരെ നല്ലതാണ്. പുതിയ കാലത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും വളരെ ഷാർപ്പായിട്ട് ആവശ്യമുള്ളത്ര മാത്രം പറയുന്നു. എന്നാൽ കുറച്ചും കൂടി അത് പറയാമായിരുന്നില്ലേ എന്ന് വായനക്കാരുടെ ഉള്ളിൽ തോന്നിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ചിലതിനെ കുറിച്ച് കുറച്ചും കൂടി വിശദമാക്കാമായിരുന്നില്ലേ എന്ന ഒരു സംശയം ജനിപ്പിക്കുമ്പോഴും ഏറ്റവും ചെറുതായിട്ട് ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ കഥകളിൽ ഏറ്റവും കുറച്ചെങ്കിലും ധൈര്യം കൂടിയത് സൈബീരിയൻ കൊക്കുകൾ തന്നെയായിരിക്കും. സൈബീരിയൻ കൊക്കുകൾ തന്നെയാണ് കുറച്ച് ഒരു 4-5 പേജുള്ള കഥ. ബാക്കിയെല്ലാം 2-3 കഥ പേജിൽ, ഒരു പേജിൽ തീരുന്ന കഥകളടക്കം ഇതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് മാറുകയും എന്ത് കണ്ടാലും നോക്കി നിൽക്കുന്നവരും അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നവരും അതിലേക്ക് നമ്മൾ എന്താണ് കറേജ് ഓഫ് കൺവിക്ഷൻ ഇല്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ മാറുന്നു. ഒന്നും കണ്ടതിനെ ചൂണ്ടി പറയാനോ കണ്ടതിനെ കുറിച്ച് എടുത്തു പറയാനോ പറ്റാത്ത തരത്തിലേക്ക് ആയിപ്പോയോ നമ്മൾ എന്നുള്ള രീതിയിൽ ഒരു അങ്കലാപ്പ് അദ്ദേഹത്തിന്റെ രചനകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കഥകളിൽ 2-3 നിസ എന്ന് പറയുന്ന ഭാര്യ, എനിക്ക് അത് എന്താണ് അല്ലേ ഒരു 3-4 കഥകളിൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നു. നിസ 1-2 ഇടത്ത് സുമ എന്ന് തോന്നുന്നു. അങ്ങനെ ചില പേരുകളോട് വല്ലാത്തൊരു അത് ചിലപ്പോൾ അദ്ദേഹം വേറിട്ട സമയങ്ങളിൽ ഓരോന്ന് എഴുതിയതായിരിക്കാം. പുസ്തകമായപ്പോൾ അതെല്ലാം വരുന്ന സമയത്താണ് നമുക്ക് അത് അങ്ങനെ വായിക്കാൻ തോന്നിയത് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മക്കൾ 3 പേരും പുതിയ കാലത്തിന്റെ ഈ പറയുന്ന എല്ലാം, പുതിയ കാലത്ത് എന്തും ഓൺലൈനിലൂടെ വാങ്ങാൻ വേണ്ടി പറ്റും. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന തരത്തിലേക്ക് ഉള്ള ഒരു ആ സാഹചര്യത്തെ അദ്ദേഹത്തിന്റെ കഥകളെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു സോഷ്യൽ ക്രിറ്റിസിസം എന്ന രീതിയിലാണ് കഥകളെ ഒക്കെ മെനഞ്ഞിരിക്കുന്നത്. സോഷ്യൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാമൂഹിക ജീവിതം നമ്മൾ ആസ്വദിക്കുമ്പോൾ തന്നെ അതിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും അങ്കലാപ്പുകളും ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാകുന്നു എന്ന തരത്തിലേക്കാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണകോണിലൂടെ നമ്മൾ കാഴ്ചകളെ എങ്ങനെ വേണമെങ്കിൽ കാണാം. പണ്ട് കഥയിൽ തമാശയായിട്ട് പണ്ട് പറയാറുണ്ടായിരുന്നു, ഒരു പൂച്ചയുടെ കണ്ണിന്റെ ശക്തിയും അതേപോലെ തന്നെ പട്ടിയുടെ കാതിന്റെ ശക്തിയും ഒക്കെ പറയാറുണ്ടായിരുന്നു. ഒരു വീട്ടിന്റെ പുറത്തുള്ള ഒരു പട്ടി അകത്തെന്തോ വീണല്ലോ എന്ന് പറഞ്ഞ സമയത്ത് പൂച്ച പോയിട്ട് അകത്ത് നിന്ന് ഒരു എലിയുടെ രോമം പെറുക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതായത് അത്രത്തോളം ഷാർപ്പാണ് പൂച്ചയുടെ കാഴ്ച എന്നും അത്രത്തോളം ഷാർപ്പാണ് പട്ടിയുടെ ശബ്ദത്തെ കുറിച്ച് അറിയാനുള്ള മനസ്സിലാക്കാനുള്ള കഴിവെന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ കുറുക്കൻ കണ്ണെന്ന് ചിലപ്പോൾ പറയാറുണ്ട്. കുറുക്കൻ കണ്ണെന്ന് ചിലപ്പോൾ പറയാറുണ്ട്. വളരെ ചില കാര്യങ്ങളിലേക്ക് വളരെ ഷാർപ്പായിട്ട് നോക്കുന്നതിന് ചിലപ്പോഴൊക്കെ നമ്മൾ കുറുക്കൻ കണ്ണെന്ന് പറയാറുണ്ട്. വളരെ കൗശലത്തോടെ അല്ലെങ്കിൽ വളരെ കുതൂഹലമായിട്ട് അങ്ങനെ ചിലതിലെ നോക്കുന്നത്. അങ്ങനെ ചില സമയത്തൊക്കെ ചില കഥകളിലൊക്കെ ഇവിടെ എഴുത്തുകാരൻ ആ രീതിയിൽ വളരെ എന്താണ് സ്പെസിഫിക് ആയിട്ട് അത് മറ്റൊരു വേർഷനിലൂടെ മറ്റൊരു ആംഗിളിലൂടെ പൊതുജനം കാണുന്നതിന്റെ അപ്പുറത്ത് അതൊരു കഥാകൃത്തിന്റെ കഴിവാണ്, അതൊരു കഥാകൃത്തിന്റെ സാധ്യതയുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുന്നു. അതിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഭാര്യ, ബൈക്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന മകൻ, അതേപോലെ തന്നെ യൂട്യൂബിന്റെ പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുന്ന മകൾ. അങ്ങനെ സൈബീരിയൻ കൊക്കുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ എനിക്ക് തുടക്കത്തിൽ മുകളിലത്തെ നിന്ന് വളരെ നല്ല രീതിയിൽ ഒരു അവതരണമാണ് ഈ സൈബീരിയൻ കൊക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിനെ തന്നെ പറയാം. ഈ ഒരു കഥാസമാഹാരത്തിൽ വായിച്ചത് കാണികൾ മറ്റൊരു തരത്തിൽ പറയുന്ന സമയത്തും അത് ഇതിനേക്കാൾ കുറച്ചും കൂടി അവതരണം കൊണ്ട്, അതിന്റെ ഒരു ഭാഷ കൊണ്ട്, അതിന്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ കൊണ്ട് മികച്ചത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുമല്ല, അത് ഒരു സങ്കല്പമാണ്, ഒരു ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കഥയാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എനിക്ക് ചിലയിടത്ത് ഈ സൈബീരിയൻ കൊക്ക് എന്ന് പറയുന്ന മറ്റൊന്ന് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനലിന്റെ പുറത്തുകൂടി പറന്നു പോകുന്ന ഒരു സൈബീരിയൻ കൊക്ക് സമൂഹത്തെ കുറിച്ച് പറയുന്ന പോലെ തന്നെ അതിന്റെ ഏറ്റവും ആദ്യത്തിൽ ആ കഥയുടെ പ്രസന്റേഷനിൽ തന്നെ പറയുന്നുണ്ട് സൈബീരിയൻ കൊക്കിന്റെ രൂപത്തിലുള്ള ഒരു ഫ്ലവർ വേസ്. ഫ്ലവർ വേസിന്റെ രൂപം എന്ന് പറയുന്നത് സൈബീരിയൻ കൊക്കിന്റേതാണ്. അത് ഫ്ലവർ വേസ് എന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫ്ലവർ വാസ് എന്നാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. VASC എന്നാണ് ഫ്ലവർ വേസ് എന്ന് പറയുന്നത്. ഫ്ലവർ ബേസ് ആണെങ്കിൽ അതിന്റെ അടിയാണ്. ഫ്ലവർ വേസ് പൂക്കളൊക്കെ ഇട്ട് വെക്കുന്ന വാസ് എന്നാണ്. അപ്പൊ ഇവിടെ ചിലയിടത്തൊക്കെ അങ്ങനെ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഫ്ലവർ വേസ് എന്നുള്ളത് വാസ് ആയതായിരിക്കാം എന്നും കൂടി വിചാരിക്കുകയാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ ആ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചു വെളുപ്പം കാലത്ത് എന്നത് പുതിയ ഒരു സോഷ്യൽ സറ്റയർ എന്ന് പറയാൻ പറ്റുന്ന, ക്രിറ്റിസിസം എന്നതിനപ്പുറത്ത് സോഷ്യൽ സറ്റയർ എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥയാണ് ഒരു കൊച്ചു വെളുപ്പാങ്കാലത്ത്. എന്നാൽ അതിന് പേര് വേറെന്തെങ്കിലും ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. അതെന്റെ പ്രശ്നമായിരിക്കാം. ഞാൻ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒരു പശു
രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വീട്ടിന്റെ സോഫയുടെ മുമ്പിൽ വന്ന് കിടക്കുകയും അദ്ദേഹത്തിന് കാണുന്നില്ല, പുറത്തിറങ്ങി പശുവിനെ ആലയിൽ കാണുന്നില്ല, നോക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് വന്ന് കിടക്കുകയും അവിടെ എന്താണ് മലമൂത്ര വിസർജനമൊക്കെ നടത്തുകയും ചെയ്ത അത് എന്താണ് പുതിയ ഒരു കാലഘട്ടത്തിലെ പെട്ടെന്ന് ഒരു ദിവസം യാദൃശ്ചികമായി പുറത്ത് ആലയിലുണ്ടായിരുന്ന പശു നമ്മുടെ വരാന്തയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കും നമ്മുടെ ഡൈനിങ് ഹാളിലെ സോഫയിലേക്കും കയറിയിരിക്കാൻ പറ്റുന്ന തരത്തിൽ പവിത്രമായി പോകുന്നതിനെ കുറിച്ച് വളരെ ഷാർപ്പായിട്ടുള്ളൊരു എന്താണ് ആക്ഷേപഹാസ്യമായിട്ടാണ് ആ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇന്ത്യയാണ് അവിടെ ഹോൾ എന്ന് പറയുന്നത്, വീട്ടിന്റെ ഹോൾ എന്ന് പറയുന്നത് ഇന്ത്യയെ കുറിച്ചാണ് സൂചിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ കഥ മറ്റൊന്ന് പിഞ്ഞാണം എന്ന കഥ. പിഞ്ഞാണം എന്ന കഥ വളരെ എനിക്ക് കുറച്ചും കൂടി നല്ല ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. പിഞ്ഞാണം എന്ന് പറയുന്ന വാക്കിന് തന്നെ അതിന്റെ ടൈറ്റിൽ കുറച്ചും കൂടി ആദ്യം കേൾക്കുമ്പോൾ എന്താണ് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. കാസർഗോഡുകാർക്ക് പെട്ടെന്ന് പിഞ്ഞാണം എന്ന് പറഞ്ഞാൽ അറിയാം, തെക്കന്മാർക്ക് പിഞ്ഞാണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അറിയുമെന്ന് അറിയില്ല. നമ്മുടെ പൊഞ്ഞാറ് പോലെയുള്ള ഒരു വാക്കായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പിഞ്ഞാണം എന്ന കഥയിലും അത് വളരെ ബന്ധങ്ങളെ കുറിച്ച്, അതേപോലെ തന്നെ ദേവ്, അതേപോലെ തന്നെ ഹരി, അങ്ങനെയുള്ള ആ ഒരു മരണവാർത്ത പത്രത്തിൽ കാണുകയും ആ മരണവാർത്ത കണ്ട് വീട് അന്വേഷിച്ച് പോവുകയും അവിടെ പണ്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് അദ്ദേഹം സമ്മാനിച്ച ഒരു പിഞ്ഞാണവും അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസും അവിടെ അലമാരയിൽ വെച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ആ ഒരു മനുഷ്യരുടെ കുറച്ചും കൂടി ആവാമായിരുന്നു. ഒന്ന് രണ്ട് സമയത്ത് യാദൃശ്ചികമായിട്ട് ഈ രണ്ട് കുടുംബങ്ങൾ അണുകുടുംബങ്ങൾ തമ്മിൽ കണ്ടു എന്നല്ലാതെ അവർ തമ്മിൽ രണ്ട് വീടുകളിലേക്കും പരസ്പരം പോയിരുന്നില്ല എന്നുള്ള തരത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് ആ ഒരു കഥയുടെ അവസാനത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ ബാബു എന്ന കോമാളി എന്ന കഥയിലേക്ക് വരുന്ന സമയത്ത് ബാബു പോലീസ് കൈക്കൂലി നാളെ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം മരിച്ചാലും വീട്ടിലേക്ക് വരും എന്ന തരത്തിലേക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റുകൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായ കമ്മിറ്റ്മെന്റുകൾക്ക് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് തരികയും അതും മറ്റൊരു തരത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ എല്ലാം പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ ക്രിറ്റിസിസമാണ് കൂടുതലായിട്ട് ചെയ്യുന്നതുകൊണ്ട് അഴിമതിയെ കുറിച്ചും അതിനെയൊക്കെ വളരെ ശക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടും അല്ലെങ്കിൽ വലിയ അലമ്പില്ലാത്ത രീതിയിൽ വിമർശിക്കാൻ അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബസ് യാത്രികന്റെ ദിനസരികൾ അതില് കൂടുതലും സ്വാർത്ഥതയാണ്. ഒരു ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഞാനൊരു ബസ് കാത്തു നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരണമെന്ന് തോന്നുകയും ഞാനൊരു ബസ് കയറുന്നത് വരെ അത് വേഗത്തിൽ എന്താണ് സമയത്തെത്തണം എന്നൊക്കെ വിചാരിക്കുകയും അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി നിർത്തും, എനിക്ക് വേണ്ടി ബസ് നിർത്തണം, മറ്റുള്ളവർക്ക് വേണ്ടി ബസ് പിന്നെ ഞാൻ കയറി കഴിഞ്ഞാൽ നിർത്തണം നിർബന്ധമില്ല എന്ന് തോന്നുന്ന നമ്മുടെ സ്വന്തം സ്വാർത്ഥതയും അതോടൊപ്പം തന്നെ നിലപാട് വ്യത്യാസങ്ങളും ഒക്കെയാണ് അവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. ഒരാൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ചിലപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയുന്ന പോലെ നമ്മൾ മംഗലാപുരം പോകാൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വരണം KSRTC. എന്നാൽ നമുക്ക് വരാനില്ല എങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരാതെ തന്നെ പോയാലും നമുക്ക് പ്രശ്നമില്ല എന്ന തരത്തിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നത് അവിടെ വ്യക്തമായിട്ട് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ബസ്സിനകത്തും പുറത്തും നമ്മൾ പലതരത്തിലുള്ള പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് പോലെ ചില നിലപാടുകൾ മാറുന്നതിനെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കഥ, ആ കഥയിൽ എനിക്ക് തോന്നി അയൽക്കൂട്ടം എന്ന് പറയുന്ന കഥയാണ്. അയൽക്കൂട്ടം എന്ന് പറയുന്ന കഥ സത്യത്തിൽ എന്താണ് വീടിനെ തീപിടിക്കുന്നതും അതേപോലെ തന്നെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ തൊട്ടയൽക്കാരൊക്കെ ഓടി വന്ന് ഇവരെ സംരക്ഷിക്കാൻ എന്ന പോലെ ഇവരെ രക്ഷപ്പെടുത്താൻ എന്ന പോലെ അതിനകത്ത് കിട്ടുന്നതൊക്കെ പെറുക്കിക്കൊണ്ടു പോവുകയും ആ തീയുടെ ഇടയിലൂടെ പെറുക്കിക്കൊണ്ടു പോവുകയും പിന്നീട് അവര് ആ സാധനം കാണാതിരിക്കുമ്പോൾ ഭാര്യ ചോദിക്കുന്നു എവിടെയാണ് ഈ സാധനം എന്ന രീതിയിൽ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം അന്വേഷിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കത്തിപ്പോവുമായിരുന്നതല്ലേ എന്ന് പറയുന്ന സമയത്ത് അതെന്തെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ അത്രത്തോളം സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ടാവും എന്ന് തോന്നുന്നു, ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള വിഭാഗവും ചില ഏരിയയിൽ നോർത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഐഫോൺ കൊണ്ടുവന്ന സമയത്ത് ആ രണ്ട് ചെറിയ കുട്ടികൾ കൊണ്ടുപോയിട്ട് ആ പയ്യനെ കൊന്ന് ഐഫോൺ എടുക്കാൻ വേണ്ടി പോയതിന്റെ പയ്യനെ കൊന്ന അവസ്ഥ വരെ നമ്മൾ വായിക്കും. ചെറിയ പയ്യന്മാർ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പറയുന്ന വീട് മൊത്തം കത്തി നശിച്ച് അവര് വരാന്തയിലായിരിക്കുന്ന സമയത്ത് അയൽക്കാരിൽ ആരെങ്കിലും ഒരാളോ ചിലപ്പോ ഒന്നോ രണ്ടോ ആളുകളെങ്കിലും അവരെ അന്ന് രാത്രി കിടന്നുറങ്ങാൻ വീട്ടിലേക്ക് ക്ഷണിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലുണ്ടായിട്ടുണ്ട്. അത് അത്രത്തോളം കൊല്ലണോ അല്ലെങ്കിൽ അത്രത്തോളം അവരെ ഒറ്റപ്പെടുത്തണോ? അയൽക്കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി, എന്നാലും ഇവര് ഒന്നുമില്ലാതെ കത്തി അമർന്ന വീട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത സമയത്ത് പീഡികത്തെണ്ണയിൽ പോയി കിടന്നുറങ്ങുകയും
പീഡിക തിണ്ണയിൽ കിടന്നുറങ്ങിയിട്ട് പിന്നീട് വാടക റൂമിലേക്ക് പിറ്റേ ദിവസമാണ് മാറുന്നത്. അപ്പൊ ആ ഒരു സമയത്തെങ്കിലും സഹായിക്കാൻ തോന്നുന്ന ഒരു അയൽക്കൂട്ടം, ഒരാളല്ലാതെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും തോന്നൂലേ എന്ന രീതിയിൽ ഒരു ചോദ്യം ഇവിടെ ഗതാഗതത്തിനോട് ചോദിക്കുകയാണ്. അത് കുറച്ചും കൂടി കുറക്കാമായിരുന്നു എന്ന ഒരു തോന്നലാണ്. പിന്നെ നമ്മുടെ അത്രയ്ക്ക് മനുഷ്യത്വം കുറഞ്ഞു പോയവരുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. പിന്നെ മറ്റേ 9ാമത്തെ ഒരു കഥ എന്ന് പറയുന്നത് ഹുറുലിൻ എന്ന് പറയുന്ന കഥയാണ്. അത് എന്താണ്, അതിന്റെ തുടക്കം ഞാൻ അത്ഭുതപ്പെട്ടു. ഇതെന്താ ഇത്രത്തോളം അത്രത്തോളം എന്താണ് പരത്തി പറയാത്ത അല്ലെങ്കിൽ വിടർത്തി പറയാത്ത ഒരാൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിന്റെ ഹുറുലിൻ, ആ പുരോഹിതന്റെ മുമ്പാകെ അയാൾ ജീവിത ഭാണ്ഡങ്ങളൊക്കെ ഒന്നായി അഴിച്ചുകൊണ്ടിരുന്നു. വന്ധ്യവയോധികൻ കണ്ണുകൾ അടിച്ചിരുന്ന എല്ലാം ക്ഷമയോട് കേട്ടു. ഇവിടെ ഈ കഥയിൽ പറയുന്നത് ഈ വന്ധ്യവയോധികനും അയാൾ ഉപദേശിയാണ്, അയാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരാളായി മാറുമ്പോഴും അയാളുടെ ഒരു ഭാര്യ എന്ന് കേൾക്കുന്ന സമയത്ത് അയാളുടെ ഉള്ളിൽ പോലും വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ് ആ കഥയിൽ പറയുന്നത്. മനുഷ്യൻ ജീവിക്കുന്ന ജീവിതവും പറയുന്ന ജീവിതവും രണ്ടും രണ്ടാണ്. യഥാർത്ഥ ജീവിതമല്ല പറയുന്നത്, പറയുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്ന തരത്തിൽ, അല്ലെങ്കിൽ അല്ലേ എന്ന തരത്തിൽ ഒരു സംശയം, ഒരു കോൺഫ്ലിക്റ്റ് നമ്മളിൽ ഈ കഥ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൽ ഉപദേശിയുടെ ജീവിതം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു എഴുത്തുകാരന്റെ ചരമക്കുറിപ്പ് എന്ന കഥയിലും ഭുവനചന്ദ്രൻ എന്ന് പറയുന്ന ഒരു LD ക്ലർക്കായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഗേറ്റിലുള്ള ബോർഡടക്കം മാറ്റിവെക്കുന്ന തരത്തിൽ അംഗീകൃത എഴുത്തുകാരും പൊതുവിതരണ എന്താണ് അങ്ങനെയാണ് കൊടുത്തത്, പൊതുവിതരണ ഗ്രന്ഥശാല പ്രയോഗമൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അതേ സമയത്ത് ഈ എഴുതേണ്ടത്, പുതിയ കാലത്ത് എഴുതേണ്ടത് നമ്മൾ ഇപ്പോൾ എഴുതുന്ന പോലെ സ്വാതന്ത്ര്യത്തോടെയല്ല, അതിന് കുറെ സർട്ടിഫിക്കേഷൻ ഒക്കെ വേണ്ടതുണ്ട് എന്ന തരത്തിൽ ആ കഥയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട്. പിന്നെ കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്ന കഥ, അത് എനിക്ക് കഥാകൃത്തിനോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും വായിച്ചതായി ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ, വെറും സാങ്കല്പികമാണോ എന്നൊരു ചോദ്യമാണ്. പേഡ് 1 എന്ന് പറയുന്ന ഒരു സ്കൂൾ തുടങ്ങുകയും അവിടെ ഒരു വിദ്യാർത്ഥിയെ മാത്രം തെരഞ്ഞെടുക്കുകയും ആ ഒരു വിദ്യാർത്ഥി മനുഷ്യന്മാരോടൊപ്പം അല്ലാതെ മറ്റു പല മൃഗങ്ങളും പ്രാക്ടിക്കൽ ലേണിംഗിന്റെ ഭാഗമായിട്ട്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതം തന്നെയാണെന്ന് പറയാം. അതല്ല എഴുത്തുകാരൻ എന്താണ് സറ്റേറിക്കൽ ആയിട്ട് അതിനെ ഉപയോഗിച്ചതാണെങ്കിൽ നല്ലതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാവനയിൽ അങ്ങനെ ഒന്നും വന്നൂടെ? കഥാകൃത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം വരാം. ഒരാളെ മാത്രം എടുത്തിട്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ അപ്ലിക്കേഷൻ വിളിച്ചിട്ട് അതിൽ 3 പേരെ തെരഞ്ഞെടുത്തിട്ട് ആദ്യത്തെ ആള് 4 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ആളെ വിളിക്കുകയും അടുത്ത ആൾ 4 മിനിറ്റ് ലേറ്റ് ആയാൽ അടുത്തയാൾക്കും, എന്നാൽ ആദ്യം വരാത്തവർക്ക് ചാൻസ് പോവുകയും ചെയ്യുന്ന തരത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു കഥയെ അവിടെ. അതേപോലെ തന്നെ കിൻഡർ ഗാർട്ടൻ, GARTEN എന്നാണ് എന്റെ ഓർമ്മ, ഞാൻ ചെക്ക് ചെയ്ത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഡാ മാത്രമാണ്, ഗാർഡൻ എന്നാണ്. ഇട്ട ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അതാണ് അതിന്റെ ആപ്റ്റ് എന്ന് എനിക്ക് അഭിപ്രായം. ദെൻ അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ലേണിംഗ്, സോഷ്യൽ സറ്റയർ ആയിട്ട് ഇതിനെ ഇങ്ങനെ പറയുന്നു. പിന്നെ ദൃഷ്ടാന്തം എന്ന് പറയുന്ന കഥ, അത് വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ്. ദൃഷ്ടാന്തം, ഒരു നിരീശ്വരവാദിയും ഒരു വിശ്വാസിയുമായ, നിരീശ്വരവാദിയായ ഭർത്താവും വിശ്വാസിയായ ഭാര്യയും. സത്യത്തിൽ ആരാണ് ശരി എന്നുള്ളത് മേലെയുള്ളവർക്ക് പോലും സംശയം വരുന്നു. ആരാണ് ശരി? നിരീശ്വരവാദി അദ്ദേഹത്തെ കൊണ്ടുവരുന്ന പറയുന്നു, മാലാഖകളോട് പറയുന്നു അയാളെ കൊണ്ടുവരാൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അയാള് തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് ചെയ്യുന്നത് എന്നതാണ് വിശ്വാസവും നിരീശ്വരവാദവും, അല്ലെങ്കിൽ ഈശ്വരവാദവും നിരീശ്വരവാദവും, അല്ലെങ്കിൽ വിശ്വാസവും അവിശ്വാസവും, പലതരത്തിൽ എങ്ങനെ വേണമെങ്കിലും പറയാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പണ്ടൊരിക്കലും ഒരു കഥയിൽ തമാശയായിട്ട് കേട്ട ഒരു കഥയിൽ പറയുന്ന പോലെ, ഈ കർണാടകയിൽ വളരെ സ്പീഡിൽ ഓടിക്കുന്ന എന്താണ് ബസ്, എക്സ്പ്രസ് ബസ്സുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ബസ്, എക്സ്പ്രസ് ബസ്സിന്റെ ഡ്രൈവർ, വളരെ റാഷായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, ഒരു തരത്തിലും ശ്രദ്ധിക്കാതെ ബസ്സിലുള്ള യാത്രക്കാർക്കൊന്നും ഒരു തരത്തിലുള്ള സ്വസ്ഥതയും കൊടുക്കാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, അതോടൊപ്പം തന്നെ നല്ല ഒരു പുരോഹിതൻ. ഇവർ രണ്ടുപേരും മരിച്ച് മേലെ എത്തിയ സമയത്ത് അവിടെ നിന്ന് ഗേറ്റ്, ഇതുപോലുള്ള ഗേറ്റ്, വേറൊരു കഥയിൽ ഒരു ഗേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ കവാടം എന്ന് പറയുന്ന പോലെ. ആ ഗേറ്റിന്റെ മുമ്പിൽ എത്തിയ സമയത്ത് അവിടെ നിന്ന് ആദ്യം ഉണ്ടായിരുന്ന ബസ് ഡ്രൈവറെ സ്വർഗത്തിലേക്ക് അയച്ചു.
പിന്നീടുള്ള പുരോഹിതനെ നരകത്തിലേക്ക് അയക്കാൻ പറയുമ്പോൾ ആ പുരോഹിതൻ അവിടെ നിന്നിട്ട് ചോദിക്കുന്നു, എന്നെ എന്തിനാണ് നരകത്തിലേക്ക്? ഞാൻ ജീവിതകാലം മുഴുവൻ നാട്ടിൽ എല്ലാവരിലും വിശ്വാസം ഉണ്ടാക്കാൻ കുർബാനയും പ്രാർത്ഥനയും മറ്റെല്ലാ കാര്യങ്ങളും കുമ്പസാരങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നെ എന്തിനാണ് നരകത്തിലേക്ക് അയക്കുന്നത്? ഇത്രത്തോളം റാഷായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു തരത്തിൽ അനുസരണയും നിയമത്തിന് അനുസരണയില്ലാത്ത ഇയാളെ എന്തിനാണ് സ്വർഗത്തിലേക്ക് അയക്കുന്നത്? ചോദിച്ചു. അപ്പോ അവിടുന്ന് കിട്ടിയ മറുപടി, നിങ്ങൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ, കുർബാന ചെയ്യുമ്പോൾ, നിങ്ങൾ എല്ലാ തരത്തിലുള്ള ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ഉറങ്ങുകയായിരുന്നു മിക്കവാറും ആളുകൾ. എന്നാൽ ഇദ്ദേഹം ബസ് ഓടിക്കുമ്പോൾ ആ ബസ്സിലുള്ള എല്ലാവരും ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നല്ല, അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലെ ഇവിടെയും ഒരു നിരീശ്വരവാദിയും വിശ്വാസമാകുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ പിന്നീടുള്ളതാണ് എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് ശരിക്കും എല്ലാവരുടെ ഉള്ളിലും. പണ്ട് നമ്മൾ പറയാണ് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നൊക്കെ പറയുന്ന സമയത്ത് സത്യയുഗത്തില് രണ്ട് ലോകങ്ങൾ തമ്മിലായിരുന്നു പ്രശ്നം, ദേവലോകവും അസുര ലോകവും തമ്മിൽ. ത്രേതായുഗത്തിലെത്തിയപ്പോൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലായി, രാമരാജ്യവും രാവണ രാജ്യവും തമ്മിലായി. എന്നാൽ ദ്വാപര യുഗത്തിലെത്തിയപ്പോൾ അത് ഒരു കുടുംബത്തിലെ തന്നെ രണ്ട് വിഭാഗമായിട്ട് മാറി, പാണ്ഡവരും കൗരവരുമായിട്ട് മാറി. എന്നാൽ ഇപ്പോൾ കലിയുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഒരാൾ തന്നെ അയാളുടെ ഉള്ളിൽ തന്നെ ശരീരതെറ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ശരിയേത് തെറ്റേതെന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ കഥാകൃത്തിന് ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഒരു ക്ഷമാപണം എന്ന കഥ, അത് വളരെ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ക്ലീശയെന്നും കൂടി പറയാൻ പറ്റുന്ന തരത്തിൽ. സാധാരണ നമ്മൾ എന്താണ്, ഒരു വലിയ മതലഹടിയും പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം ആരോ ചിലപ്പോൾ ഒരു പക്ഷി കാലുകൊണ്ട് കീറിയത് എന്ന് പറയുന്നത് പോലെ ഒരു ബോർവെല്ല് വണ്ടി പോകുന്ന സമയത്ത് കയറിപ്പോയതിന് വലിയ ഒരു സംഭവമായിട്ട് മാറുകയും അതിനെ കുറിച്ചൊക്കെയാണ് ആ കഥയിൽ പറയുന്നത്. അത് കുറച്ചും കൂടി നമ്മൾ മുമ്പ് വായിച്ച് അതിന്റെ മറ്റു പല വേർഷനുകൾ നമ്മൾ വായിച്ചത് കൊണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റിവെക്കാമായിരുന്നു എന്നാണ് പറയുന്നത്, വേണ്ട എന്നല്ല പറയുന്നത്. പിന്നെ ഒരു എഴുത്തുകാരന്റെ ചരമക്കുറിപ്പ് നമ്മൾ പറഞ്ഞു, ക്ഷമാപണം പറഞ്ഞു. ദെൻ നേരത്തെ രേഖപ്പെടുത്തി, ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ്. നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കി, അതേ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉപയോഗിക്കുന്നത് നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് മാറ്റിയെടുക്കാം എന്നുള്ളത് ആ സ്ക്രിപ്റ്റ് ഒരു ലോട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതും അവിടെ നമുക്ക് സംസാരിച്ചു പോകാം. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സൈബീരിയൻ കൊക്ക് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു കഥയും എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു കഥയാണ് ഒരു കൈക്കുടന്ന ജലം എന്ന് പറയുന്ന കഥ. ഒരു കൈക്കുടന്ന ജലം എന്ന് പറയുന്ന കഥ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മക്കൾ വലുതാവുമ്പോൾ രണ്ട് മുറികളിലേക്ക് നമുക്ക് മാറി, ആദ്യം ഒന്നിച്ചു കിടന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ വലുതാവുന്നത് വരെ മാറിക്കിടക്കാൻ തുടങ്ങി. പിന്നീട് മക്കൾ വലുതായി കഴിഞ്ഞപ്പോ ഒന്നിച്ചു കിടക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് പറയാണ്, ഇനി നമ്മൾ എപ്പോഴും കിടക്കണമെന്നില്ല, നമുക്ക് ഞാൻ വേറൊരു റൂമിൽ, നീ വേറൊരു റൂമിൽ, ഞാൻ അങ്ങോട്ടേക്ക് വരണം തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരും, നീ ഇങ്ങോട്ടേക്ക് വരണം തോന്നുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാമല്ലോ എന്ന് പറയുകയും എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന, നാളെയാവട്ടെ പിന്നെയാവട്ടെ എന്ന് രണ്ടാളുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടാവുമ്പോഴും പറയാം, നമ്മൾ പ്രകടിപ്പിക്കാത്ത സ്നേഹം ഉപകാരമില്ലാത്തതാണ്, അത് മണ്ണടിയുന്നതാണ് എന്നതല്ലാതെ ഈ ജീവിതകാലത്ത് നമ്മൾ എന്താണ് ബാക്കിയാക്കുന്നത്? പരസ്പരം കൊടുക്കുന്ന സ്നേഹവും പരസ്പരം കൊടുക്കുന്ന കരുതലും, നാളെ ആവട്ടെ പിന്നെയാവട്ടെ ഇപ്പോഴാവട്ടെ അവൻ വരട്ടെ അവൾ വരട്ടെ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ജീവിതത്തെ കാണാൻ സാധിക്കട്ടെ എന്ന നല്ല ഒരു മെസ്സേജ് ചെറിയൊരു കഥയായിട്ട് അവതരിപ്പിച്ചു, നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ആ കൈക്കുടന്ന ജലം എന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കരുത്, അവൻ ഇനിഷ്യേറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെക്കരുത് എന്ന് മാത്രമാണ്. പിന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കഥ. പിന്നെ ഉണ്ണിമാങ്ങകൾ എന്ന കഥ, അത് കുറച്ചും കൂടി നൊസ്റ്റാൾജിക്, ഒരു മുത്തശ്ശന്റെയും ലതിക എന്ന് പറയുന്ന ഒരു കഥാപാത്രവും കുട്ടികള് മങ്ങക്ക് കല്ലെറിയുന്നതും ഒക്കെയായി കുറച്ച് ഒരു ആവറേജ് കഥ എന്ന് പറയാൻ പറ്റുന്നവർക്ക്. അതേ സമയത്ത് വയസ്സായ മനുഷ്യന് കുറച്ച് കഴിയുമ്പോഴാണ് തിരിച്ചറിവ് വരുന്നത് എന്ന ലെവലിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആ കഥയെ വായിക്കാൻ സാധിക്കും. അത് രണ്ടാമതും കൂടി വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ സംശയാസ്പദം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് ഒരു കോളേജിലെ അധ്യാപകന്റെയോ പ്രിൻസിപ്പാൾ ആണെന്ന് തോന്നുന്നു, അത് അതിൽ എടുത്തു പറയുന്നില്ല അല്ലെ, പ്രിൻസിപ്പാൾ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് വിചാരിക്കും. പ്രിൻസിപ്പൽ ആ കഥ ഒരാണും കുട്ടിയും ഒരു പെൺകുട്ടിയും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് സംശയാസ്പദമായി കൊണ്ടുപോവുകയും അവിടെ എത്തി സംസാരിക്കുമ്പോഴാണ് നമ്മളെ പണ്ട് മാഷ് വിളിപ്പിച്ചതിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അവളാണ് ഇപ്പൊ എന്റെ ഭാര്യ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു സാധാരണ കഥയായിട്ട് അതിനെ തോന്നി. സംശയാസ്പദം എന്ന് പറയുന്നത് സ്വന്തം ലൈഫും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത്. പിന്നെ കുട്ടി തടവുകാർ എന്ന കഥ,
അത് അത്രത്തോളം സംഭവിക്കുമോ എന്ന ചെറിയ ചോദ്യമില്ലാതില്ല. എന്നാൽ സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ കാര്യം. അതായത് പെരുന്നാൾ തിരക്കിലും ഓണത്തിരക്കിലും ഒക്കെ കാസർഗോഡ് നഗരത്തിൽ കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഈയിടെ നമ്മൾ മിനിയാന്ന് വായിച്ചു. ലോക എന്ന് പറയുന്ന സിനിമ ഒരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തപ്പോൾ മറ്റൊരു തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് കുട്ടിയെ മറന്നുപോയി. അത് ഈ കഴിഞ്ഞ ആഴ്ച വന്ന വാർത്തയാണ്. ലോക എന്ന് പറയുന്ന സിനിമ ഒരു തിയേറ്ററിൽ ഇല്ലാതെ മറ്റൊരു തിയേറ്ററിലേക്ക് ഫാമിലി എല്ലാവരും പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ കൂട്ടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നീട് അവര് തിരിച്ചേൽപ്പിച്ചു എന്നുള്ളതൊക്കെ വാർത്ത കേട്ടു. പണ്ട് തമാശയായിട്ട് പറയാറുണ്ട്, ഒരു ചെറുപ്പക്കാരൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മീനത്തിൽ താലികെട്ടിൽ ദിലീപ് ചെയ്തതുപോലെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ച് ഒരു ദിവസം കാഞ്ഞങ്ങാട് ബസ് ഇറങ്ങിയിട്ട് കൈലാസ് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോയി. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത് കൂടെ വൈഫ് ഉണ്ടായിരുന്നല്ലോ. കൈലാസ് തിയേറ്റർ നടന്ന ഒരു സംഭവം ഒരാൾ നേരിട്ട് പറഞ്ഞതാണ്. അത്രത്തോളം നമ്മൾ മറക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അവരെ പോലീസുകാരായിട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ 2-3 കുട്ടികളെ കാണുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വളരെ നല്ല രീതിയിൽ ആ ഒരു സറ്റാരിക്കലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ കുറച്ചും കൂടി പ്രാധാന്യമുള്ളതാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ പൂച്ചകളുടെ ഒളിച്ചോട്ടം എന്ന് പറയുന്ന സംഗതി, അത് നമ്മളിപ്പോ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതും 7ാം ക്ലാസ്, 10ാം ക്ലാസ്, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2, പിന്നെ ഡിഗ്രി, PG, B.Ed, ഇങ്ങനെ എത്രയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഒരാൾക്കുണ്ടോ അതിൽ എത്ര ആളുകളൊക്കെ ആയിട്ട് സംവദിക്കുന്നു. അത് കൂടാതെ ഇപ്പൊ ബംഗാളികൾ അടക്കമുള്ള ഗ്രൂപ്പുകളാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറയുകയും, അതേപോലെ തന്നെ ഈ പൂച്ചയുടെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അത് കഥയിൽ ഡയറക്റ്റായിട്ട് പറയുന്നില്ല, പൂച്ച എന്ന് മറ്റുള്ളവർ കരുതുന്നവരുടെ ഒളിച്ചോട്ടം എന്ന തരത്തിലേക്ക് ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നിനുമില്ല, വളരെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ആ കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് പറയുന്നത് പോലെ വെറും പൂച്ചകൾ പോലും ഒളിച്ചോടുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് ഒരു സറ്റാരിക്കലായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഫോൺ വാങ്ങാൻ പറയുന്നതാണ് അതിന്റെ കഥ എങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. അത് ആ രീതിയിൽ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം അവിടെ ഇല്ലാതില്ല. ഒക്കെ പുതിയ നിലക്ക് ഇതും അതിന്റെ മറ്റൊരു വേർഷനാണ്. എല്ലാം പുതിയതാക്കി, കാറ് പുതിയതാക്കി, വീട് പുതിയതാക്കി, ഇനി ഭാര്യയും കൂടി പുതിയതാക്കിയാലോ എന്ന ഒരു ചിന്ത ഒരു വലിയ മുതലാളിക്ക് തോന്നുകയും അങ്ങനെ ഒരു ബ്രോക്കർ രാവിലെ തന്നെ വന്ന് അദ്ദേഹത്തെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ്. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അങ്ങനെ തോന്നുന്നവരില്ലാതില്ല, അങ്ങനെ തോന്നുന്നവരുണ്ടാവുകയും ചെയ്യാം. ചിലപ്പോൾ പ്രാവർത്തികമാക്കാൻ പറ്റൂ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ വളരെ മാനങ്ങളുള്ള കഥയാണ്. പലതരത്തിൽ നമ്മൾ ഓരോ സമയത്തും മനുഷ്യന്റെ സമ്പത്ത് വരുന്ന സമയത്തും അല്ലാത്ത സമയത്തും മനുഷ്യന്റെ തോന്നലുകളൊക്കെ മാറുന്നത്, ചിന്തകൾ മാറുന്നത് ഒക്കെ വളരെ പ്രത്യേകമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഇവിടെ ഗ്രീഷ്മ എന്ന് പറയുന്ന മകൾ, സിദ്ധാർത്ഥൻ റിട്ടയേർഡ് ആണ്, ശ്രീദേവി അമ്മ. അവിടെ റിട്ടയർമെന്റ് ഇദ്ദേഹത്തിന്റെ 2 കഥകളിൽ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 കഥകളിൽ വൃദ്ധസദനവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5ഓളം കഥകളിൽ ബന്ധങ്ങളെ കുറിച്ച് സീരിയസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1-2 കഥകളിൽ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു 10-12ഓളം കഥകളിൽ സോഷ്യൽ ക്രിറ്റിസിസവും അതോടൊപ്പം തന്നെ സറ്റയർ മോഡലാണ് ഒരു 10-11 കഥകൾ വരുന്നത്. അപ്പോ എല്ലാ തരത്തിലും അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ഇത്തരത്തിലുണ്ടോ എന്നുള്ളത് എഴുത്തുകാരൻ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വല്ലാതെ ആദ്യം കൊണ്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം എഴുത്തുകാരനോട് ചോദിക്കുകയാണ്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന കഥ റിട്ടയർമെന്റും അദ്ദേഹത്തിന്റെ ഒരു വായനയും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കഥകളാണ് അതിൽ പറയുന്നത്. പോക്കുവെയിലിന്റെ നാളം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട്. അത് അത്രത്തോളം കൂടുതൽ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദേവരമ്യയും ദാസനും അത് വളരെ കാഷ്വൽ ആയിട്ട് പോകുന്ന ഒരു കഥയാണ്. തുടക്കം മുതൽ അവസാനം വരെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവുന്നു അമ്മയോട് റെഡി ആവാൻ പറയുമ്പോൾ തന്നെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാൻ എന്ന്. അത് അമ്മ എന്ത് ഡയലോഗ് പറഞ്ഞാലും അത് അങ്ങനെയാണെന്ന് വായനക്കാരന് ആദ്യം തന്നെ കിട്ടുന്നുണ്ട്. അത് കുറച്ചും കൂടി പഴകിയ ഒരു കഥയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു ടോണ് അല്ലെങ്കിൽ അതിന്റെ ഒരു റാപ്പോ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പിടുത്തം കിട്ടാതിരിക്കുമായിരുന്നു എന്നാണ് പറയാനുള്ളത്. പിന്നെ മോർച്ചറി കാവൽക്കാരൻ എന്ന് പറയുന്ന കഥ, അതിൽ ഗൗരിയും അതോടൊപ്പം തന്നെ സദാനന്ദൻ പോലീസും അതോടൊപ്പം തന്നെ അതിൽ 1-2 സ്ഥലത്തേക്ക് തോന്നിയത് ഈ ജലം എന്ന് പറയുന്നത്, ജലമൊഴിക്കാതെ മദ്യപിച്ചു, ജലം, അതേപോലെ തന്നെ ജലക്കെട്ട്, ഇതൊക്കെ ആ 2 സംഭവങ്ങളെ കുറച്ച് ജലം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മദ്യത്തിലേക്ക് ജലമൊഴിക്കുക എന്ന് പറയുന്നത്. പണ്ട് ഞങ്ങള് എംകോമിന്റെ പരീക്ഷ എഴുതാൻ തേവരയിൽ പോയ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു പ്രവീൺ ഉണ്ടായിരുന്നു. ആ പ്രവീണ് ഞങ്ങളുടെ ഹോട്ടലിൽ കയറി, അവിടെ കൊച്ചിയിലാണ് പരീക്ഷ ചെയ്തത്, തേവര കോളേജിലാണ്. അപ്പൊ അവിടെ പരീക്ഷ ഹോട്ടലിൽ പോയിട്ട് കുറച്ച് തെളിവാണെന്ന് പറഞ്ഞു.
അപ്പൊ കൂടെയുള്ളവർ തമാശക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഇത് കാസർഗോഡ് അല്ലടാ, ഇത് എറണാകുളമാണ്, ഇവിടെ തെളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു, എന്നാ കുറച്ച് കഞ്ഞിജലം തരുന്നു. അതുപോലെ ഈ കഞ്ഞിജലം എന്ന് കഞ്ഞി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആവും. കഞ്ഞിജലം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, അങ്ങനെ ഇവിടെ ജലം ഒഴിക്കുന്നതിന് വരെ കുറച്ച് വെള്ളം ഒഴിക്കായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കും തോന്നാതിരുന്നില്ല. റിട്ടയർഡ് മോർച്ചറി, അതൊക്കെ നമ്മുടെ റിട്ടയർമെന്റും മോർച്ചറിയും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 24-ാമത്തെ കഥ പറവുകൾ, അതൊരു സാധാരണ ബാലസാഹിത്യം എന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കഥയാണ്. അത് അവിടെ വേണമെങ്കിൽ. അതേപോലെ തന്നെ അസഹിഷ്ണുത എന്ന കഥ, അരുന്ധതിയും ഗതാഗതവും കുറെ പട്ടികൾ വന്ന് വാതിൽ മുട്ടുന്നതും അതിന്റെ ഒരു മറ്റൊരു ലെവലിൽ അവതരിപ്പിച്ച കഥയാണ്. പിന്നെ ക്ഷണികം ഈ ലോകം, കിളികൾ തീറ്റ, അതും ഒരു ബാലകഥയുമായി ബന്ധപ്പെട്ട ആ ലെവലിലേക്ക് ഒരു ഗുണോപദേശ കഥകളായിട്ടോ ഉൾപ്പെടുത്താവുന്നതാണ്. നിർബന്ധം ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ആണ്ടറുതിയിലെ അതിഥി എന്നതും നേരത്തെ പറഞ്ഞ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ കൊല്ലത്തിൽ ഒരിക്കൽ ഭർത്താവെങ്കിലും മരിച്ചു പോയെന്ന് തിരിച്ചു വരുന്നതിന് പകരം, മക്കളൊന്നും ഇപ്പൊ നാട്ടിലില്ല, ഭർത്താവെങ്കിലും വരുന്നത് ഇനി വരണമെന്നില്ല എന്ന് ഭാര്യ പറയുന്നിടത്തേക്ക് എത്തുന്നു നമ്മുടെ ബന്ധങ്ങൾ എന്നുള്ളതും വൃദ്ധസദനത്തിലാവുമ്പോഴും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസംബറിലെ തിരിച്ചുവരവൊക്കെ. ദെൻ തിരിച്ചറിയൽ കാർഡ് എന്ന കഥ, അതും നേരത്തെ പറഞ്ഞ പോലെ വല്ലാത്തൊരു ഓട്ടോറിക്ഷക്കാരൻ തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറ്റു എന്ന് പറയുന്ന തരത്തിലേക്ക്, അതുമല്ല നമ്മൾ എവിടെയെങ്കിലും കയറി പോകുന്ന സമയത്ത് ഫുൾ ടൈം ഐഡന്റിറ്റി കാണിക്കണം എന്ന തരത്തിലേക്ക് നമ്മുടെ തിരിച്ചറിയൽ കാർഡിനെ നമ്മൾ എങ്ങനെയാണ് പുതിയ കാലത്ത് അതിനെ വ്യാഖ്യാനിക്കുക എന്നതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ അതേപോലെ തന്നെ മകരടക്കം അവസാനം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു മോശമല്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ കഥ ഒറ്റുകാരൻ എന്ന കഥ. ഞാൻ വിചാരിച്ചു ആദ്യം എന്താണ് ഈ ഒറ്റുകാരൻ എന്ന കഥയ്ക്ക് ആ ഒരു തവള വന്നിട്ടും എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം അതിന്റെ തലവനായ മീൻ തന്നെയാണ് അത് വിട്ടുമാറ്റിയിട്ട് പോകുന്നത്. എന്നിട്ട് ആ തവള ആ മീനാണ് കൊത്തിയിട്ട് ചാവുന്നത്. അപ്പം മറ്റുള്ളവർ അപ്പോഴും വിചാരിക്കുന്നത്, ഒരാൾ ഉപകാരം ചെയ്യാൻ പോയിട്ടും മറ്റുള്ളവർ അപ്പോഴും സംശയിക്കുന്നത് ഇയാളാണ് ഒറ്റുകാരൻ എന്ന രീതിയിലാണ്. സഹായിക്കാൻ പോകുന്നവരെ പോലും ഒറ്റുകാരനായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന പുതിയ കാലത്ത് നമ്മുടെ ജീവിതം എന്നത് വലിയ ഒരു സമസ്യയായിട്ട് മാറുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓരോ കഥകളെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷേപാസ്യം, സോഷ്യൽ ക്രിറ്റിസം, 10-11 കഥകൾ, ബന്ധങ്ങൾ, ഞാൻ പലതരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയതാണ്. കോൺഫ്ലിക്റ്റ് ഇങ്ങനെയൊക്കെ നോക്കിയതാണ്. റിട്ടയർമെന്റ്, വൃദ്ധസദനം, ബന്ധങ്ങളെ കുറിച്ച് വേവലാതി, എന്നാൽ കുറച്ചും കൂടി ആകാവുന്നത് ഇതിലെ പോസിറ്റിവിറ്റി കുറച്ചും കൂടി കൂട്ടാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ. പോസിറ്റിവിറ്റി പ്രതീക്ഷിക്കുന്ന ഒരാളായ രീതിയിൽ എല്ലാം കുറച്ചിങ്ങനെ പരമാവധി ക്രിറ്റിസിസം ആ രീതിയിൽ പറയുന്നതിന് പകരം 1-2 കഥകളെങ്കിലും ആ രീതിയിൽ കുറച്ച് ശുഭാപ്തി വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ, നാളെയുടെ ഒരു വലിയ സങ്കല്പത്തിന്റെ ആ രീതിയിലും കൂടി സങ്കല്പിക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് സമാഹാരമാകുന്ന സമയത്ത് അതിൽ 1-2 കഥകളെങ്കിലും അങ്ങനെ വരാമായിരുന്നില്ലേ. പിന്നെ ഞാൻ വളരെ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്നത് വായിക്കുന്ന സമയത്ത് പ്രൂഫിന്റെ പ്രശ്നമാണ്. ഇതിൽ ചന്ദ്രക്കലകൾ കുറേയില്ല. ചന്ദ്രക്കലകൾ എന്ന് പറയുന്നത് പലയിടത്തും മിസ്സിംഗ് ആണ്. ചിലയിടത്ത് വാക്കുകൾ തന്നെ ചിലപ്പോൾ രണ്ടാമത് വായിച്ചിട്ട് അതായിരിക്കുമെന്ന് സങ്കല്പിച്ചെടുക്കേണ്ട രീതിയിൽ ഫോണ്ട് മിസ്സിംഗ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. AS മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന എഴുത്തുകാരൻ 1974 എഴുതിയിട്ട് 2009 ആദ്യത്തെ ദൊഡ്ഡമലയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയതെങ്കിൽ ആ 35 വർഷം എടുത്ത ആ ഒരു ശ്രമം പോലെ ഇവിടെ ഒരു 2 അല്ലെങ്കിൽ ഒരാഴ്ചത്തെ സമയം എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യണമായിരുന്നു. നമ്മുടെ ഒരു പുസ്തകം ലോഗോസുകാർക്ക് ഇത് വലിയ വിഷയമൊന്നുമല്ല, അവർക്ക് 1000 പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ്. എന്നാൽ AS മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന എഴുത്തുകാരന് തന്റെ കുഞ്ഞാണ്. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കണമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. എന്തായാലും നിർബന്ധമായിട്ടും വായിക്കണം എന്ന് പറയുന്ന ഒരു 4 കഥകൾ 5 കഥകളെങ്കിലും നമ്മളെ ജസ്റ്റ് കുക്ക് ചെയ്യും എന്ന് പറയാൻ പറ്റുന്ന കഥകളാണ് ഈ പറയുന്ന പുസ്തകത്തിലെ കഥകൾ. എന്തായാലും സമയം കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കുറച്ച് സമയം എല്ലാം കൂടി പറയുന്ന സമയത്ത് പറഞ്ഞു വന്നു. എന്തായാലും ഈ ഒരു പുസ്തകം എല്ലാവരും വായിക്കുക, അഭിപ്രായങ്ങൾ പറയുക. വായിച്ചവരെ ഇരിക്കുന്നുണ്ട്, മാഷൊക്കെ വളരെ വ്യക്തമായിട്ട് അതിലേക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചുള്ള സന്തോഷം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കാസർഗോഡ് ഏരിയ കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ എഴുത്തുകാരനും എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.